നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേവപ്രശ്ന കേസ് ഹൈക്കോടതി റദ്ദാക്കിയത്. ക്രിമിനൽ നടപടിച്ചട്ടപ്രകാരം മതവികാരം വ്രണപ്പെടുത്തുന്ന യാതൊന്നും ദേവപ്രശ്നത്തിൽ നടന്നിട്ടില്ലെന്ന് കോടതി കണ്ടെത്തി. ദേവപ്രശ്നം നടത്തിയ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരെ 1-ാം പ്രതിയാക്കിയും സഹായി AN രഘുപതിയെ 2-ാം പ്രതിയാക്കിയും കന്നഡ നടി ജയമാലയെ 3-ാം പ്രതിയാക്കിയുമാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. കേസിനെതിരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടവർ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. 2006-ലാണ് വിവാദമായ ശബരിമല ദേവപ്രശ്നം നടന്നത്. ശബരിമല ശ്രീകോവിലിൽ സ്ത്രീ കയറിയതായി ജ്യോത്സ്യൻ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ ദേവപ്രശ്നത്തിൽ പറഞ്ഞു. തൊട്ടു പിന്നാലെയായിരുന്നു കന്നഡ നടി ജയമാലയുടെ വെളിപ്പെടുത്തൽ. യുവതിയായിരിക്കുമ്പോൾ താൻ ശബരിമല ശ്രീകോവിലിൽ കയറിയെന്നും അയ്യപ്പ വിഗ്രഹത്തിൽ തൊട്ടുവെന്നും ജയമാല പറഞ്ഞു. ഇക്കാര്യങ്ങൾ ബോധിപ്പിച്ച് ജയമാല ദേവസ്വം ബോർഡിന് ഫാക്സ് അയക്കുകയും ചെയ്തു. ഞെട്ടലോടെയായിരുന്നു ഭക്തർ ദേവപ്രശ്നത്തിലെ കണ്ടെത്തലും ജയമാലയുടെ വെളിപ്പെടുത്തലും ശ്രവിച്ചത്. പണിക്കരും ജയമാലയും പരിചയക്കാരാണെന്നും പണസമ്പാദനത്തിനും പ്രശസ്തിക്കും വേണ്ടി ഇരുവരും നടത്തിയ ഗൂഢാലോചനയാണെന്നും ആരോപണമുയർന്നു. തുടർന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതും കുറ്റപത്രം സമർപ്പിച്ചതും. ജസ്റ്റിസ് SS സതീഷ് ചന്ദ്രനാണ് കേസ് പരിഗണിച്ചത്. ഇന്ത്യ വിഷൻ, കൊച്ചി.